Welcome to XY's Malayali's channel. Don't forget to subscribe. കാലങ്ങളായി ചുമട്ടുതൊഴിലാളികളിൽ നിന്നുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു വ്യാപാരിക്ക് ഇപ്പോൾ വന്നു തുടങ്ങിയ പുതിയ പ്രശ്നമാണ് ഹരിതകർമ്മസേന എന്ന പുതിയ പ്രസ്ഥാനം. പ്രാരംഭത്തിൽ ജോലി തേടുന്ന തൊഴിലാളികൾക്കും പരിസ്ഥിതി സംരക്ഷണത്തിനുമായി തുടങ്ങപ്പെട്ട ഈ സംഘങ്ങൾ ഇന്ന് പല സ്ഥലങ്ങളിലും വ്യാപാരികൾക്ക് അനാവശ്യ ബുദ്ധിമുട്ടുകളും ഭീഷണിയുമുണ്ടാക്കുന്ന അവസ്ഥയിലാണ്. മുനിസിപ്പൽ കോർപ്പറേഷൻ ഏരിയകളിൽ വ്യാപാരികൾ മാസം തോറും 100 രൂപയും ഗ്രാമപഞ്ചായത്തിലുള്ള വ്യാപാരികൾ 70 രൂപയുമാണ് ഇവർക്ക് നൽകിവരുന്നത്. ഗവൺമെന്റിന്റെ ഉദ്ദേശശുദ്ധിയിൽ ആർക്കും വിഷമവുമില്ല, സംശയവുമില്ല. റോഡിൽ കൂടി പറന്നു നടക്കുന്ന ഉപയോഗം കഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പികളും കവറുകളും നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അതുപോലെ തന്നെ ഓരോ ഷോപ്പിലുള്ള പലതരത്തിലുള്ള വേസ്റ്റുകൾ പലയിടത്തും കൂട്ടിയിടുന്നതും ശരിയായ പ്രവണതയല്ല. ആദ്യകാലങ്ങളിൽ വ്യാപാരികൾ ആവശ്യമില്ലാത്ത വേസ്റ്റ് പഴയ സാധനങ്ങൾ പറക്കി നടക്കുന്ന തമിഴന്മാർക്ക് കൊടുക്കുകയോ ഒഴിവുള്ള സ്ഥലങ്ങളിൽ കത്തിച്ചു കളയുകയോ ആണ് ചെയ്യാറുള്ളത്. പ്ലാസ്റ്റിക് വേസ്റ്റ് കത്തിച്ചു കളയുമ്പോൾ ഉണ്ടാകുന്ന പരിസ്ഥിതി മലിനീകരണം വളരെ വലുതാണ്. ഇക്കാര്യം മുൻകൂട്ടി കണ്ടാണ് നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി പുതിയ പദ്ധതി തയ്യാറാക്കിയതും അതുപ്രകാരം നിർബന്ധമായും വേസ്റ്റുകൾ ഹരിതകർമ്മസേന എന്ന പുതിയ ഗ്രൂപ്പുകൾക്ക് ക്യാഷ് കൊടുത്തുകൊണ്ട് കൈമാറണമെന്നും നിയമമുണ്ടാക്കിയത്. ഭരിക്കുന്ന പാർട്ടിക്കാരുടെ അണികളിൽപ്പെട്ട കുടുംബശ്രീ യൂണിറ്റുകളെയാണ് ഇത്തരം വേസ്റ്റുകൾ കൈകാര്യം ചെയ്യുവാൻ ഏൽപ്പിച്ചിട്ടുള്ളത്. ഏകദേശം 1 വർഷത്തോളമായി ഇത് പ്രാവർത്തികമാക്കാൻ തുടങ്ങിയിട്ട്. ഒരു ചെറുകിട കച്ചവടക്കാരൻ സ്റ്റാഫിന്റെ ശമ്പളവും വാടകയും കൂടാതെ ദിവസപലിശക്കാരന്റെ കയ്യിൽ നിന്നും വാങ്ങിയിട്ടുള്ള തുകയുടെ അടവും കൊടുത്തു കഴിയുമ്പോൾ അവനവന്റെ കുടുംബചെലവിന് ഒന്നും കിട്ടാത്ത അവസ്ഥയിലാണ് കഴിയുന്നത്. ഓരോ മാസവും 100 രൂപ എന്നത് ഒരു ചെറുകിട വ്യാപാരിയെ സംബന്ധിച്ച് വൻ തുക തന്നെയാണ്. ഇത് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ അടുത്ത തവണ കോർപ്പറേഷന്റെ വ്യാപാര ലൈസൻസ് പുതുക്കുവാൻ സാധിക്കുകയില്ല. ലൈസൻസ് പുതുക്കണമെങ്കിൽ ഇപ്പോഴത്തെ നിലപാടനുസരിച്ച് അവസാനത്തെ 3 മാസത്തെ 100 രൂപ വെച്ച് അടച്ചിട്ടുള്ള ഹരിതകർമ്മസേനയുടെ രസീത് ഹാജരാക്കണം. അത് ലഭിക്കുന്നതിനു വേണ്ടി ഓരോ വ്യാപാരിയും 300 രൂപ വീതം കൊടുത്ത് രസീത് നിർബന്ധപൂർവ്വം വാങ്ങിക്കേണ്ടി വരുന്നു. ഹരിതകർമ്മസേന എന്ന ഈ വിഭാഗം ഷോപ്പുകളിൽ വരുമ്പോൾ തുടക്കകാലത്ത് കൊള്ളാവുന്ന വലുപ്പമുള്ള ചാക്കുകളും കൊണ്ടാണ് വന്നിരുന്നത്. പിന്നീട് അത് ചുരുങ്ങി 10 കിലോ ചാക്കായി മാറിയതായി കാണാനുണ്ട്. ഒരു കച്ചവടക്കാരൻ അവന്റെ ബിസിനസ് അനുസരിച്ചുള്ള വേസ്റ്റുകളാണ് കൊടുക്കുക. ചപ്പൽ കച്ചവടം ചെയ്യുന്നവന് ബിസിനസ് വേസ്റ്റായി അധികം വരുന്നത് പ്ലാസ്റ്റിക് കവറുകളും പാക്കറ്റുകളും കേടുവന്ന ചപ്പലുകളുമായിരിക്കും. പക്ഷെ ഇതിൽ പ്ലാസ്റ്റിക് കവറും പാക്കറ്റുകളും അവർ എടുക്കും. ചപ്പൽ അവർക്ക് എടുക്കാനുള്ള അവകാശമില്ലെന്ന് പറയും. ഇത് ന്യായമാണോ? അത്തരം സാധനങ്ങൾ എടുക്കുന്നതിന് അധികമായി ഓരോ കിലോയ്ക്കും 100 രൂപ വീതം വീണ്ടും കൊടുക്കണം. ഇതുപോലെ ഒരു ഫോട്ടോസ്റ്റാറ്റ് കടയാണെങ്കിൽ അവിടെ അധിക ഭാഗം വേസ്റ്റും പേപ്പറുകളും ലാമിനേഷൻ വേസ്റ്റ് കട്ടിങ്ങുകളുമായിരിക്കും ഉണ്ടാവുക. ഇതൊരു 10 കിലോന്റെ ചാക്കിൽ എത്രത്തോളം കൊള്ളുമെന്നത് മനസ്സിലാക്കാം. കുറച്ചു വലിപ്പമുള്ള ചാക്കിൽ നിറച്ചു കൊടുത്താൽ തൂക്കം നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇതിന് 2-3 കിലോ മാത്രമേ കാണൂ. പക്ഷേ ഇത് കളക്ട് ചെയ്യാൻ വരുന്നവർ 2 ബണ്ടിലിന്റെ ക്യാഷ് വേണമെന്ന് ആവശ്യപ്പെടും. എന്നുവെച്ചാൽ 200 രൂപ. ഇത് ന്യായമാണോ? 5 ചാക്ക് വരെ 100 രൂപയ്ക്ക് എടുക്കണമെന്നാണ് നിയമം. ഇക്കാര്യങ്ങളൊക്കെ സഹിക്കാം. ഇവരുടെ വ്യാപാരികളോടുള്ള മനോഭാവമാണ് സഹിക്കാൻ പറ്റാത്തത്. ഗവൺമെന്റ് ജോലിക്കാരെ പോലെ വളരെ ഗർവിഷ്ഠമായ പെരുമാറ്റമാണ് ഇവരിൽ നിന്ന് ലഭിക്കുക. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അവരുടനെ മറുപടി പറയുക, നിങ്ങൾക്ക് എന്തെങ്കിലും പറയുവാനുണ്ടെങ്കിൽ ഞങ്ങളുടെ ഓഫീസുമായി ബന്ധപ്പെടുക എന്നാണ്. ഇനി ഏതെങ്കിലും ഒരാൾ ഓഫീസുമായി ബന്ധപ്പെട്ടാൽ അവിടെ നിന്ന് ലഭിക്കുന്ന മറുപടി അതിലും വിചിത്രമാണ്. ഇത് കളക്ട് ചെയ്യാൻ വരുന്നവർ വിദ്യാഭ്യാസമില്ലാത്തവരല്ലേ, നിങ്ങളൊക്കെ അറിവും വിദ്യാഭ്യാസമുള്ളവരല്ലേ, ക്ഷമിക്കൂ സാറേ എന്ന് പറയും. മറ്റൊരു കാര്യം, ഒരു പുതിയ ഷോപ്പ് തുടങ്ങണമെങ്കിൽ അതിന്റെ കോർപ്പറേഷൻ ലൈസൻസ് എടുക്കണമെങ്കിൽ ഹരിതകർമ്മസേന എന്ന വിഭാഗത്തിന്റെ അപേക്ഷാപത്രം നിർബന്ധമാണ്. ആദ്യകാലങ്ങളിൽ പുതിയ ഷോപ്പ് തുടങ്ങുന്നതിന് വേണ്ടി ഇവരെ സമീപിച്ചാൽ കാശൊന്നും മുടക്കാതെ ഒരു സമ്മതപത്രം കൊടുത്തിരുന്നു. ഇപ്പോൾ അങ്ങനെയുള്ള പരിപാടിയില്ല. നമ്മൾ പുതിയൊരു ഷോപ്പ് തുടങ്ങുവാൻ പോകുകയാണ് എന്നറിയിച്ചു കഴിഞ്ഞാൽ ഒരു 300 രൂപ കൊടുത്ത് ഒരു രസീത് വാങ്ങിക്കുക. അത് അപ്ലോഡ് ചെയ്താൽ മാത്രമേ കോർപ്പറേഷൻ ലൈസൻസിന് അപേക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇത് അധികാരികൾ കൂടി അറിഞ്ഞുകൊണ്ടുള്ള ഒരു തരം കൊള്ളയല്ലേ? ഇക്കാര്യത്തിൽ എന്തുകൊണ്ട് വ്യാപാരി സംഘടനകൾ പ്രതിഷേധിക്കുന്നില്ല? ഗവൺമെന്റ് വ്യാപാരിയുടെ പ്രശ്നം കേൾക്കാൻ തയ്യാറല്ലെങ്കിൽ കോടതിയിൽ ചോദ്യം ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഒരു വ്യാപാരി ഒറ്റയ്ക്ക് പോയി ഗവൺമെന്റിനെതിരായി ഒരു കേസ് നടത്തിയെടുക്കുക എളുപ്പമല്ല. അതുകൊണ്ട് ഇക്കാര്യങ്ങൾ ചെയ്യേണ്ടത് സംഘടനകൾ മുഖേനയായിരിക്കണം. വ്യാപാര സംഘടന ഇക്കാര്യത്തിൽ മുന്നിട്ടിറങ്ങണം. ആദ്യകാലങ്ങളിൽ വേസ്റ്റ് കൊണ്ടുപോകാൻ ചാക്കുമായി വന്നിരുന്ന ഇവർ വരും കാലങ്ങളിൽ കൈവീശി വന്നു, ഞങ്ങൾക്ക് നിങ്ങളുടെ രൂപ മതി, വേസ്റ്റ് നിങ്ങൾ എന്തു വേണമെങ്കിലും ചെയ്തോ എന്ന് പറയുന്ന സമയം അധികം ദൂരത്തല്ല. ജനം ഇക്കാര്യത്തിൽ പ്രതികരിക്കാതിരുന്നാൽ ഒരുപക്ഷെ അടുത്ത വർഷം തന്നെ 100 രൂപ എന്നുള്ളത് ഇരട്ടിയാവാനും സാധ്യതയുണ്ട്.
ഈ പറഞ്ഞ ഹരിതകർമ്മസേന തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷത്തോളമായി. പലരും ഓരോ ഷോപ്പുകളിൽ നിന്നും വിഷു ആയാലും ഓണമായാലും ഞങ്ങൾക്ക് എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞു വരാറുണ്ട്. ഇപ്പോൾ കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ വരും കാലങ്ങളിൽ ഇതും ഒരു അവകാശമായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോഴത്തെ ഈ നിയമപ്രകാരം വേസ്റ്റില്ലാത്ത ഷോപ്പുകാർ വേസ്റ്റ് ഉണ്ടാക്കേണ്ടത് അവരുടെ ചുമതലയായി മാറിയിരിക്കുന്നു. നിയമത്തിന്റെ പരിരക്ഷയിൽ ഒരു വിഭാഗം കൂടി വ്യാപാരി സമൂഹത്തെ കുതിര കയറുവാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു. വ്യാപാരികളെ, നിങ്ങൾ സഹിക്കുക. സഹനം നിങ്ങളുടെ വ്യാപാരത്തെ വളർത്തിയില്ലെങ്കിലും തളർത്തിയിരിക്കുമെന്നുറപ്പ്. Thank you for watching.